ഓക്കെ, ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം. സംക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കേട്ടോ അർത്ഥം. നമുക്ക് ആദ്യം ആറ്റൂർ രവിവർമ്മയെ നോക്കാം. ആറ്റൂർ വില്ലേജിലാണ് ജനനം, തൃശ്ശൂരിലാണ്. ഇയാളൊരു പൈനിയർ ഓഫ് മോഡേൺ മലയാളം പോയട്രിയാണ് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള മിക്കൊരു മോഡേൺ മലയാളം പോയട്രിയുടെ പൈനിയേഴ്സാണ്. എന്തായാലും ഇയാൾ മലയാളം മോഡേൺ പോയട്രിയുടെ പൈനിയറാണ്. പിന്നെ ഇയാളുടെ കരിയർ സ്പാൻ ചെയ്യുന്ന അറൗണ്ട് ഓവർ 7 ഡെക്കേഡ്സ് എന്ന് പറയുന്നുണ്ട്, 70 വർഷം. അപ്പോൾ ഇയാൾ എത്ര വയസ്സിലായിരിക്കും മരിച്ചത്? എന്തായാലും 70 വർഷം കൊണ്ട് ഏകദേശം 150ഓളം പോയംസ് അയാൾ എഴുതിയിട്ടുണ്ട്. ഇയാളുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ റിമാർക്കബിൾ ഫോർ ദ പ്രിസിഷൻ, പൊളിറ്റിക്കൽ ഇൻസിനേഷൻസോ ആൻഡ് മെറ്റഫോറിക്കൽ വാല്യൂ. ഇതിൽ ഇഷ്ടംപോലെ മെറ്റഫോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റഫോറിക്കൽ വാല്യൂ അത് എഴുതണം. പ്രിസിഷൻ ഉണ്ട്, മെറ്റഫോറിക്കൽ വാല്യൂസ് ഉണ്ട്, പിന്നെ പൊളിറ്റിക്കൽ ഇൻ ടോൺ ആണ് എന്ന് എഴുതാം. പിന്നെ ആറ്റൂറിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ആറ്റൂർ തന്നെ പറയുന്നത്, പോയട്രിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് അവർ തോട്ടാണ്. ആ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു വൺസ് ഇന്നർ ലാംഗ്വേജ് ആണെന്ന് പറയുന്നു. പിന്നെ ഇയാളുടെ എഡ്യൂക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൊഫസർ ഓഫ് മലയാളമായിട്ട് തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള മിക്കവരും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരായിരിക്കും. Okay, Attor completed his education in Tiruvandhuram and later became a professor of Malayalam. പുള്ളിക്കാരൻ്റെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ സംക്രമണം, പിന്നെ ക്യാൻസർ ഉണ്ട്, മേഘരൂപൻ, പുറപ്പാട്, ഗുരു എക്സെട്ര. പിന്നെ ഇയാളുടെ കളക്ഷൻസ് ഓഫ് പോയട്രി ആണ് ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ, 2 വോള്യൂം ഉണ്ട്. പിന്നെ ഇയാൾ കുറേ വർക്ക് തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എഡിറ്റഡ് ന്യൂമറസ് പോയിംസിനെയും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പ്രസ്റ്റീജിയസ് അവാർഡ്സും ഓണേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡുണ്ട്. ഇത് രണ്ടും കിട്ടിയത് ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന് പറയുന്ന കളക്ഷനാണ്. പിന്നെ ആശാൻ പ്രൈസ് കിട്ടുന്നുണ്ട്, ആൻഡ് എഴുത്തച്ഛൻ അവാർഡും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു അൻവർ അലി എന്ന് പറയുന്ന ഇയാളുടെ ലൈഫിനെ ഡോക്യുമെൻ്റ് ചെയ്ത ഒരാളാണ് കേട്ടോ, അൻവർ അലി. ഇയാൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആറ്റൂർ രവിവർമ്മയെ കുറിച്ചിട്ട് അൻവർ അലി പറയുന്നതാണ്, പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഹീസ് എ മാൻ ഓഫ് പോംസ് ആണ്, അല്ലെങ്കിൽ ഹീസ് എ മാൻ ഹു ഹാസ് റിട്ടൺ പോയട്രി ഓഫ് സബ്സ്റ്റൻസ് ലീവിങ് സൈലൻ്റ്ലി. ആറ്റൂർ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റും റെലവൻറ്റും ആയിട്ടുള്ളൊരു പോയറ്റിക് വോയിസ് ആണ് നമ്മളുടെ കണ്ടംപററി ഇന്ത്യയിൽ. പുള്ളിക്കാരൻ എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ പോയിറ്റാണ്. ആറ്റൂർ പൊളിറ്റിക്കൽ ആണെങ്കിലും പക്ഷേ അത്ര ലൗഡല്ല. പൊളിറ്റിക്കൽ ആണ്, ബട്ട് ഹീ ഈസ് നോട്ട് ലൗഡ്. പിന്നെ ഹീ ഹാസ് ഇംബൈബ്ഡ് വിത്ത് സെറനിറ്റി, സൈലൻസ് ആൻഡ് ലോൺലിനെസ്. ഇയാളുടെ പോയട്രിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇതിൽ കറക്റ്റ്ലി പറയുന്നുണ്ട്, ഐ ക്യാൻ സീ ഹിസ് പോയട്രി ആസ് എ ടിക്കിംഗ് ബോംബ് വിച്ച് ക്യാൻ എക്സ്പ്ലോഡ് അറ്റ് എനി മൊമെൻറ്റ്. ഏതൊരു സമയം വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി നടക്കാൻ പറ്റുന്നതാണ് അയാളുടെ കവിതയിൽ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വരും, പെട്ടെന്നൊരു ടേൺ നടക്കും. അതേപോലെയുള്ളൊരു കവിതയാണ് നമുക്ക് ഈ സംക്രമണത്തിൽ ഉള്ളത്. ആൻഡ് ഹിസ് പോയട്രി ക്യാരീസ് വിത്തിൻ എ സബ്വേഴ്സീവ് എനർജി. പിന്നെ പുള്ളിക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര മെറ്റാമോർഫിക്കലാണ് ഇയാളുടെ പോയട്രിയൊക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഹി ഡിഗ്സ് ഫോർ വേർഡ്, മൂഡ് ഓർ ഫോർ എ മെറ്റഫർ റൂട്ടഡ് ഇൻ ട്രഡീഷൻ ഇൻ ഓർഡർ ടു റെക്ക് ഇറ്റ് ഫ്രം വിത്തിൻ. അപ്പോൾ ഇതൊക്കെയാണ് ആറ്റൂറിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, അയാളുടെ ബയോ സ്കെച്ച്. ഓക്കെ, ഇനി നമുക്ക് സംക്രമണം നോക്കാം. ഓക്കെ, ഇനി നമ്മളുടെ സംക്രമണം എന്ന് പറയുന്ന ഒരു ഇതിലൊരു വിമൻ ഉണ്ട്. അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇതിൽ കാണുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിറ്റിൻ്റെ ചൈൽഡ്ഹുഡ് മുതലേ ഉള്ള ഒരു സെർവൻ്റാണ്. ഓക്കെ, അപ്പം ആ ഒരു സെർവൻറ്റിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. Sankramanam by Attor Ravi Varma, translated as metamorphosis or transformation, is an overtly political poem. As Ayyappa Panikkar writes, the poem questions and broadens the sensibilities of Malayali reader public. Samkramanam portrays the transformation of a woman from a victim to the embodiment of revenge. So, ഒരു വിക്ടിമിൽ നിന്ന് എങ്ങനെയാണോ ഒരു റിവെഞ്ചിൻ്റെ പ്രതികാര രൂപി ദാഹി ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ പോം.
ഓക്കെ, നമുക്ക് ക്രിട്ടിക്കൽ വാല്യുവേഷനിലേക്ക് പോവാം. ദ പോയം ബിഗിൻ ചെയ്യുന്നത് തന്നെ ഒരു ഡെഡ് ബോഡിയുടെ റെഫറൻസ് വെച്ചിട്ടാണ്, വിച്ച് ഈസ് റോട്ടിങ് ഇൻസൈഡ് എ ബോഡി. അപ്പം ഒരാളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ഡെഡ് ബോഡി റോട്ട് ചെയ്യുന്നു. ഇനി ആരുടെ ബോഡിയാണ് ഈ റോട്ട് ചെയ്യുന്നത്? ദ കോപ്സ് ഓഫ് എ വിമൻ സെർവൻറ്റ് ഇൻസൈഡ് ഹിം. അപ്പോൾ ഏതോ ഒരു വിമൻ സെർവൻറ്റിൻ്റെ ബോഡിയാണ് ഈ പോയറ്റിൻ്റെ ഉള്ളിൽ റോട്ട് ചെയ്യുന്നത്. ഇവിടെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഒരു ചേഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. എനിവേ ദ സ്പീക്കർ സേസ് ദാറ്റ് ദോ ഹി മൂവ്സ് അറൗണ്ട് വിത്ത് നോസ്ട്രിൽസ് കവേർഡ്, പുള്ളിക്കാരൻ്റെ മൂക്കെല്ലാം പൊത്തി വെച്ചിട്ടാണ് പോകുന്നതെങ്കിലും സ്റ്റിൽ പീപ്പിൾ ഫാർ ആൻഡ് നിയർ മൂവ് away from him because of the stench. stench എന്ന് പറഞ്ഞാൽ അൺപ്ലസൻറ്റ് സ്മെൽ, സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് കാരണം ആൾക്കാർ അവനിൽ നിന്ന് ഓടി മറയുന്നു എന്നാണ് പറയുന്നത്. ദ പോയം ഇസ് അബൌട്ട് റിയലൈസേഷൻ ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. അപ്പം അടുത്ത ഇതിൽ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. എ വിമൻ വിത്ത് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് ഡയമെൻഷൻസ്, her presence is invisible and veiled and her voice is always muted. അപ്പം ഒരു സ്ത്രീനെ കുറിച്ചിട്ട് പറയുന്നു, ആ സ്ത്രീയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്, ആൻഡ് ഓൾവേസ് ഷീ ഈസ് കവേർഡ്, അവളെ വെയിൽ ചെയ്തിരിക്കും, മൂടി വെച്ചിരിക്കുകയാണ്, ആൻഡ് അവളുടെ വോയിസ് എന്ന് പറയുന്നത് പുറത്ത് കേൾക്കാനില്ല, എപ്പോഴും മ്യൂട്ടഡ് ആണ്. ഇൻ ദ പോയം ദ സ്പീക്കർ ഫീൽസ് എ സെൻസ് ഓഫ് സിൻ. അപ്പോൾ പിന്നീടാണ് ഇവിടെ എന്താണ് ഒരു പശ്ചാത്താപം, ഒരു സിന്നിൻ്റെ ഒരു ഇത് തോന്നുന്നത്. ആസ് എ ചൈൽഡ്, ഒരു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഈ പെണ്ണും പിള്ളേനെ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹി ഹാഡ് സീൻ ദിസ് മെയ്ഡ് ആൻഡ് ഷീ വാസ് ലൈക്ക് എ ലീച്ച് ഇൻ ഹിസ് ഐസ്. അപ്പോൾ അവന് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ലീച്ച് എന്നുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സോ ദ പെർട്ടിക്കുലർ സെർവൻറ്റ് ഹിയർ ഇസ് റെഫേർഡ് ടു ആസ് ലീച്ച് ഇൻ ദ ഐസ് ഓഫ് ദ ചൈൽഡ്. ഹർ ചൈൽഡ് ഹാഡ് ഡൈഡ് ഓഫ് ഹങ്കർ. അപ്പം പുള്ളിയുടെ ആ വിമൻ സെർവൻറ്റിൻ്റെ കുഞ്ഞെങ്ങനെയാണ് മരിച്ചത്? വിശന്ന്. ദ പോയറ്റ് ഫീൽസ് ദാറ്റ് ദോ ഷീ ഹാഡ് എ വിമൻസ് ഹെഡ് ബൈ ബർത്ത്, ദ സീ നെവർ റോർഡ് ഇൻ ഹർ ഇയേഴ്സ്. It had eyes only to be closed at midnight. The lips were the edges of a silent wound. The poet says that she went to bed only after every star had slept and awoke with a start much before the sun did. Though she has walked 1,000 miles, yet she remained where she was. Kicked and trodden 1,000 times, she has not yet woken up. The poet writes. Okay, അപ്പോൾ എന്താണ് ഈ പോയറ്റിൻ്റെ കുഞ്ഞിലേ ആയിരുന്നപ്പോൾ തന്നെ ഇവരുടെ പ്രസൻസ് ഉണ്ട്. ഹർ പ്രസൻസ് എല്ലായിടത്തും കാണാൻ പറ്റുമായിരുന്നു, പക്ഷേ അവളുടെ വോയിസ് എന്ന് പറയുന്നത് മ്യൂട്ടഡ് ആയിരുന്നു. ആൻഡ് ഓൾസോ ഷീ വാസ് വെയിൽഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കണ്ണിൽ എങ്ങനെയായിരുന്നു? ഷീ വാസ് ലൈക്ക് എ ലീച്ച്. മോൻ അല്ലെങ്കിൽ കുട്ടി എങ്ങനെയാണ് മരിക്കുന്ന? വാസ് ഡൈഡ് ഓഫ് ഹങ്കർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വിമന് ഓൾദോ ഷീ ഹാഡ് ദ ഹെഡ് ഷീ ഹാഡ് എ വിമൻസ് ഹെഡ് ബൈ ബർത്ത്, ജനിച്ചപ്പോൾ ഒരു പെണ്ണിൻ്റെ തല ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരിക്കലും കടലിൻ്റെ ഒച്ചകൾ അവൾ കേട്ടിട്ടില്ല. ഓക്കെ, ആൻഡ് ദ ഐസ് ഒൺലി ക്ലോസ്ഡ് അറ്റ് മിഡ് നൈറ്റ്. ഓക്കെ, ഐസ് കണ്ണെപ്പോഴാണ് അടയുന്നത്? മിഡ് നൈറ്റിൽ മാത്രം. എന്ന് പറഞ്ഞാൽ ഹെക്റ്റിക് വർക്കാണ് പറയുന്നത്, രാത്രി മാത്രമാണ് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, ഹാഡ് ഐസ് ഒൺലി ടു ബി ക്ലോസ്ഡ് അറ്റ് മിഡ് നൈറ്റ്. പിന്നെ ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സൈലൻറ്റ് വൂണ്ടിൻ്റെ എഡ്ജസ് പോലെയായിരുന്നു. ലിപ്സ് വെയർ ദ എഡ്ജസ് ഓഫ് എ സൈലൻറ്റ് വൂണ്ട്. ദ പോയറ്റ് സേസ് ദാറ്റ്, പിന്നെ പുള്ളിക്കാരത്തി ഉറങ്ങാൻ പോയിരുന്ന എപ്പോഴാണ്? എല്ലാ സ്റ്റാർസും, മേഘങ്ങളിൽ നിന്ന് അതായത് ലേറ്റ് നൈറ്റ് എല്ലാ സ്റ്റാർസും പോയതിന് ശേഷമാണ് അവൾ ഉറങ്ങാൻ പോയിരുന്നത്. അങ്ങനെ എഴുന്നേൽക്കുന്നതോ സൺറൈസ് ചെയ്യുന്നതിന് മുന്നേ എഴുന്നേൽക്കുമായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഒത്തിരി നടന്നിട്ടുണ്ട്, അറൗണ്ട് 1,000 മൈൽസ് വരയ്ക്കും നടന്നിട്ടുണ്ട്. പക്ഷേ അവൾ എവിടെ വെച്ചാണോ തുടങ്ങിയത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണെന്ന് പറയുന്നു. ആൻഡ് ഷി വാസ് കിക്ക്ഡ് ആൻഡ് ട്രോഡൺ 1,000 ടൈംസ്. ഒത്തിരി അടിയും തൊഴിയൊക്കെ സഹിച്ചിട്ടുണ്ട്. ബട്ട് യെറ്റ് ഷീ ഹാസ് നോട്ട് യെറ്റ് വോക്കൺ അപ്പ്. ഇതുവരെയ്ക്കും അവൾ ഉണർന്നിട്ടില്ല. ദാറ്റ് ഷീ ഹാസൻറ്റ് റെസ്പോണ്ടഡ് ടിൽ നൗ. പോയറ്റ് എഴുതുന്നുണ്ട്. ദ സ്റ്റംപ് ഓഫ് എ ബ്രൂം, a stinging swab, a cruel plate with a wrapped rim, a lump of earth. അതായിരുന്നു അവൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ the poem takes a sharp turn in the second part. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന്, ഇറ്റ് വാസ് ടിക്കിംഗ് ബോംബാണ് വിച്ച് കുഡ് എക്സ്പ്ലോഡ് അറ്റ് എനി സെക്കൻഡ് എന്ന് പറയുന്നത്. അതാണ് ഈ ഭാഗം. ഇവിടെ വന്നിട്ട് പെട്ടെന്നൊരു ടേൺ എടുക്കുന്നുണ്ട് പോയം. It becomes almost like a magical ritual where the poet wants to arouse and transform her into a beast of prey. അപ്പം ഇവിടെ ഇനി പോയറ്റിൻ്റെ ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറുകയാണ്. Now the poet wants her to rise. എങ്ങനെയാണ്? into a beast of prey. into a beast of prey
and kills into a beast of prey, an animal that kills and eat other animals. ബാക്കിയുള്ളതിനെ കൊന്നു തിന്നുന്ന ഒരു ബീസ്റ്റ് ആക്കി അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഈ വിമനെ. ഓക്കെ, he could like to dismantle the restless ghost of her like a machine and casuously fasten it into another body, the poet states. അപ്പം ഇവളുടെ ബോഡിയിൽ നിന്ന് ആ സോളിനെ എടുത്തിട്ട് വേറൊരു ബോഡിയിലേക്ക് ഇടണം. ഓക്കെ, എന്നിട്ട് പോയിട്ട് പറയുകയാണ് നോട്ട് ദ ബോഡി ഓഫ് എ വിമൻ. ഇനി വീണ്ടും ഒരു സ്ത്രീയുടെ ശരീരത്തിലല്ല ഇടാൻ പോകുന്നത്. ലൈക്ക് ക്രീപ്പിംഗ് ലൈക്ക് എ ലീച്ച്. വിമൻ എങ്ങനെയാണ്? ക്രീപ്പിംഗ് ലൈക്ക് എ ലീച്ച് ആണ്. എങ്ങിട്ടാണ് മാറ്റേണ്ടത്? ടു എ മാൻ ഈറ്റിംഗ് ടൈഗർ ഓൺ എ പ്രോൾ ഓഫ് ഹങ്കർ. ഇപ്പോൾ വിശന്ന് ദാഹിച്ച ഒരു മനുഷ്യനെ കൊന്ന് തിന്നുന്ന ഒരു ടൈഗറിൻ്റെ ശരീരത്തിലേക്കാണ് ഈ ബോഡിയിൽ ഉള്ള സോളിനെ ഞാൻ മാറ്റാൻ പോകുന്നത്. ഓക്കെ, ദ ഗോസ്റ്റ് ഓഫ് ഹെർ സോൾ ലൈക്ക് എ മെഷീൻ ആൻഡ് കോഷ്യസ്ലി ആൻഡ് fasten it to another body, not to a body of a woman creeping like a leech, but to a man eating tiger on a prowl for hunger. The poet wants the sleeping children to hear the growl of that animal on every part of the world, beneath the mountain, the other side of the field, and also near the doors of their houses. അപ്പം എന്താ, ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടീനെ പോലും ഞെട്ടി ഉണരുന്നതായിരിക്കണം ആ സ്വരം എന്ന് പറയുന്നത്, ആ ഒരു ഗാംഭീര്യം, ആ ഗ്രോൾ. ഓക്കെ, ആൻഡ് ബിനീത്ത് ദ മൗണ്ടെയിൻ കേൾക്കണം, അതർ സൈഡ് ഓഫ് ദ ഫീൽഡ് വരയ്ക്കും കേൾക്കണം, ആൻഡ് ഓൾസോ നിയർ ദ ഡോർ ആയിരിക്കണം, പിള്ളേർ ഉറങ്ങുന്ന എല്ലാ മുക്കിലും മൂലയിലും കേൾക്കണം എന്ന് പറയുന്നു. He longs to take her tongue and to fasten it to a throat, not of a stray bitch relishing leftovers. ഇനി അവളുടെ നാക്ക് എടുത്തിട്ട് എവിടെയാണ് വെക്കേണ്ടത്? ഏതെങ്കിലും ഒരു പട്ടി, ഇവിടെ ബിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്ന പട്ടീനെ തന്നെയാണ് കേട്ടോ. റിലേഷിംഗ് ലെഫ്റ്റ് ഓവേഴ്സ്, ബാക്കിയുള്ളവർ ഭക്ഷിച്ചിട്ട് പോയ സാധനങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഡോഗിലല്ല, ബട്ട് ടു എ ഹംഗ്രി വൂൾഫ് ദാറ്റ് റൗണ്ട്സ് അപ്പ് ആൻഡ് കിൽസ് ആൻഡ് ഡൈൻസ് ഇറ്റ്സ് പ്രേ. നടന്ന് വേട്ടയാടി കഴിക്കുന്ന ഒരു വൂളിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. he would put her ferocious hunger into the forest fire. അവളുടെ വിശപ്പ് എങ്ങോട്ടാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്? ഫോറസ്റ്റ് ഫയറിലേക്ക്. that beset and burn the cities and settlements. So സിറ്റീസിലെയും സെറ്റിൽമെൻറ്റ്സിനെ ഒക്കെ വരയ്ക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഫോറസ്റ്റ് ഫയറാക്കി മാറ്റണം അവളുടെ ഹങ്കർ എന്ന് പറയുന്നത്. ഹെർ അഗണി, ഇനി അവളുടെ പെയിനോ, വിൽ ബി റിഫ്ലക്റ്റഡ് in the light sky, and one can perceive it dripping with pus and blood. So to light a skyയിലേക്കാണ് അവളുടെ അഗണി ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ ഒരാൾക്ക് എങ്ങനെയാണ് അത് കിട്ടുന്നത്? വിത്ത് ഡ്രിപ്പിംഗ് പസ് ആൻഡ് ബ്ലഡ്. മേ ബി എനിക്ക് തോന്നുന്നത് റെയിനിനെ പസ്സും ബ്ലഡും ആക്കുന്നു, അതാണോ എന്തോ എനിക്കറിയില്ല. ഓക്കെ, he would permeate her curse into the sun. ഇനി അവൾ അനുഭവിക്കേണ്ടി വന്ന ശാപം എങ്ങോട്ടേക്ക് മാറ്റും? സണ്ണിലേക്ക് മാറ്റും. ഇപ്പം സണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? എത്ര ഫെർട്ടൈൽ ലാൻഡ്സിനെയും വെറും എന്താക്കാം? ഡ്രൈ ആക്കാൻ പറ്റും അല്ലേ? ഹു സ്കോച്ചസ് ദ ഫെർട്ടൈൽ ഫീൽഡ്. Her death thus becomes the sacrifice to the goddess who sow the seeds of smallpox. ഇനി അവളുടെ മരണം എന്ന് പറയുന്നത് തന്നെ ഒരു സാക്രിഫൈസ് ആണ്. ആർക്ക്? ഗോഡസ് who sow the seed of smallpox, represented by the sky with the stars for എന്തോന്നു ബ്ലോച്ചസോ? ഓക്കെ, അപ്പോൾ ഈ ബ്ലോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാച്ചി സ്കിൻ, നമ്മളുടെ മറ്റേ ഈ ചൊറിയൊക്കെ വന്നിട്ട് നമ്മളുടെ സ്കിൻ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ബ്ലോച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇനി ഇവിടെ പോയിന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സാക്രിഫൈസ് ടു ഗോഡസ് ആണ്. ഹു സോ ദ സീഡ് ഓഫ് സ്മോൾ പോക്സിൻ്റെ സീഡുകൾ ഇട്ട് ദൈവത്തിനുള്ളൊരു സാക്രിഫൈസ് ആണ് അവളുടെ ഡെത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സ്കൈ. ഓക്കെ, അവളുടെ ഡെത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്കൈ ആണ്. ആൻഡ് സ്റ്റാർസ്, ഓക്കെ വിത്ത് ദ സ്റ്റാർസ് ഫോർ ദ ബ്ലോച്ചസ്. അതിൻ്റെ ആ പാച്ചസ് കാണിക്കുന്നത് എന്താണ്? സ്റ്റാർസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓക്കെ. പിന്നെന്താണ്? കെ സച്ചിദാനന്ദൻ റൈറ്റ്സ്. ഇത് വേറൊരു ക്രിട്ടീക്കാണ് അയാളെ കുറിച്ച് എഴുതുന്നത്. കെ സച്ചിദാനന്ദൻ നമുക്കറിയാമല്ലോ, പോയിട്ടാണ്. റൈറ്റ്സ് the poem with its dense imagery and radical symbolism, characteristics of much of an Indian poetry in the 1970s, sums up the dream of a subaltern India. അവിടെ മറ്റേ സബാൾട്ടൺ ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റെന്താണ്? തൊഴിലാളികൾ, ഒക്കെ വർക്കിംഗ് ക്ലാസ്സിലാണ്. സബാൾട്ടൺ ഇന്ത്യ ഓഫ് ട്രാൻസ്ഫോമിങ് ദ സൊസൈറ്റി ത്രൂ എ പ്യൂരിഫയിങ് ആക്ട് ഓഫ് വയലൻസ്. അപ്പോൾ വയലൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ത്രൂ ദ പാത്വേ ഓഫ് വയലൻസിനെ ഉൾക്കൊണ്ടുകൊണ്ട് സബാൾട്ടൺ എങ്ങനെയാണ് ഒരു സൊസൈറ്റീനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നും കൂടി
നമുക്ക് ഈ ഒരു പോയത്തിലൂടെ മനസ്സിലാകും എന്നാണ് ആര് പറയുന്നത്? സച്ചിദാനന്ദൻ പറയുന്നത്. Okay, through this poem, Attor Ravi Varma provides a voice to the subaltern. The poem represents the voice of resistance, and thus the poet is attempting to deconstruct the stereotypes that has been made by the society. ഇപ്പോൾ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റീരിയോ ടൈപ്സിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റും കൂടിയാണ് ഈ പോം എന്ന് പറയുന്നത്.